Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിത് GSTയിലുള്ള ലെവി, ടാക്സ് കളക്ഷൻ ആൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ള ഒരു മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ടേം ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ്. ലെവി എന്ന് പറഞ്ഞാൽ ഇമ്പോസ് ചെയ്യുക, ടാക്സ് ചാർജ് ചെയ്യുക. കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു അതോറിറ്റിക്ക് മാത്രമേ നമുക്ക് നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ അത് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ GSTയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് വേണം. എല്ലാ ടാക്സിലും ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനോ ചാർജ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ GSTയുടെ കേസിൽ ആ ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യാണ്. ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസോ ഒരുമിച്ചോ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോഴാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ GST നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഗുഡ്സ് ഇരിപ്പുണ്ട്, അത് നമ്മൾ ആർക്കും സപ്ലൈ ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ തന്നെ വെക്കുവാണെങ്കിൽ അതിൽ നമുക്ക് എന്തില്ല, GSTയോ ടാക്സോ ചാർജ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ GST ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ്, നമ്മൾ അത് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന ഇവന്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്, ആ ഒരു ആക്ഷനാണ്, ആ ഒരു ഇവന്റ് ആണ്. ഇപ്പം GST സ്ട്രക്ചർ പ്രകാരം പറയുന്നത് അതിൽ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇതിൻ്റെ മേലെ നമുക്ക് ടാക്സ് ലെവി ചെയ്യും കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST, SGST, IGST, UTGST ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സെക്ഷൻ 9 ഓഫ് CGST ആക്ട് ഓർ SGST ആക്ട് ആൻഡ് സെക്ഷൻ 5 ഓഫ് IGST ആക്ട്. ഇവിടെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് CGST ആക്ട്, SGST ആക്ടിൻ്റെ കാര്യമാണ്. IGST ആക്ട് നമുക്ക് പറയാം. അപ്പം സെക്ഷൻ 5 ഓഫ് IGST ആക്ടും അത് ചാർജിങ് സെക്ഷൻസ് ഓഫ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെവി ആൻഡ് കളക്ഷൻ ലെവി ഓഫ് GST. ഇപ്പോൾ ടാക്സ് ലെവി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്, ആ സെക്ഷൻ എന്ന് പറയുന്നത് ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് CGSTയുടെയും SGSTയുടെയും കേസിൽ സെക്ഷൻ 9ഉം IGSTയുടെ കേസിൽ സെക്ഷൻ 5 ആണ്, കൺസേൺഡ് ആക്ട് പ്രകാരമുള്ള. As per section 9 subsection 1 there shall be levied a tax called central goods and service tax എന്ന് വെച്ചാൽ CGST, പിന്നെ UTGST, SGST state goods and service tax which shall be levied on all intra-state supplies. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് CGST ആക്ടും SGST ആക്ടും UTGST ആക്ടും നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആണ്. ആൻഡ് ഷാൾ ബി കളക്റ്റഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ഷാൾ ബി പെയ്ഡ് ബൈ ദ ടാക്സബിൾ പേഴ്സൺ. അപ്പോൾ ഇത് കളക്ട് ചെയ്യേണ്ടത്, ലെവി ചെയ്യേണ്ടത് ഏതിൻ്റെ മേലെയാണെന്ന് പറഞ്ഞു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസിൻ്റെ മേലെയാണ് കളക്ട് ചെയ്യേണ്ടത്. ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, എങ്ങനെയാണോ ഒരു ടാക്സബിൾ പേഴ്സൺ അത് പേ ചെയ്യണമെന്ന് നമ്മൾ ആക്ട് പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ മോഡിൽ തന്നെ അത് കളക്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഹൗവർ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോളിക് ലിക്കർ എന്ന് പറയുന്നത് അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ കൂടി അത് നമ്മൾ CGST ആക്ടിലോ UTGST ആക്ടിലോ SGST ആക്ടിലോ വരുന്നതല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ കൺസംഷന് വരുന്ന ആൽക്കഹോള് നമുക്ക് GSTയിൽ അണ്ടറിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയിൽ അത് വന്നു കഴിഞ്ഞാലും ഒരു സ്റ്റേറ്റിനകത്തുനിന്ന് അത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന് മേലെ GST ചാർജബിൾ അല്ല. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന SGST, CGST, UTGST ആണ്. ഇനി IGSTയുടെ കേസിൽ നോക്കാം. സിമിലർലി IGST shall be levied on all interstate supplies. IGST എവിടെ ചാർജ് ചെയ്യേണ്ടത്, നമ്മൾ ലെവി ചെയ്യേണ്ടത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള സപ്ലൈ ആണ്. ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, അതെല്ലാം കേസിൽ നമ്മൾ പറയാണ് ഗുഡ്സ് സർവീസ് അല്ലെങ്കിൽ രണ്ടും കൂടെ. വിത്ത് എക്സെപ്ഷൻ ഓഫ് ആൽക്കഹോളിക് ലിക്കർ, ഇവിടെ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് ലിക്കർ ഇതിലും വരുന്നില്ല. ആൽക്കഹോളിക് ലിക്കർ GSTയുടെ അണ്ടറിലേ വരുന്നില്ല. This act provides that IGST shall be levied on import of goods. ഇപ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് മാത്രമല്ല വരുന്നത്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ മേലെയും വരുന്നുണ്ട്.
import of goods in terms of section 3 of customs tariff act. ഇപ്പോൾ കസ്റ്റംസ് താരിഫ് ആക്ട് പ്രകാരം അതിന് സെക്ഷൻ 3 പ്രകാരം പറയുന്നത് IGST നമ്മൾ ഇമ്പോർട്ടിന്റെ മേലെയും ചാർജ് ചെയ്യും. അപ്പോൾ ഇമ്പോർട്ടിന്റെ മേലെ വരുന്നത് എന്ന് വെച്ചാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും അതുകൂടാതെ നമ്മൾ പറഞ്ഞിരിക്കുന്ന IGSTയും പേയബിൾ ആവും ഇമ്പോർട്ടിന്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് CGST, SGST, UTGST ഇത് മൂന്നും ലെവി ചെയ്യേണ്ടത് നമ്മൾ ഏതിന്റെ മേലെയാണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ മേലെയാണ്. എക്സ്ക്ലൂഡിങ് നമ്മുടെ ആൽക്കഹോളിക് ലിക്കർ എന്ന് പറയുന്നത് ഹ്യൂമൻ കൺസംഷൻ ഉള്ളത്, ഇൻഡസ്ട്രി പർപ്പസിനുള്ളതാണെങ്കിൽ അത് GST അണ്ടറിൽ വരും. പിന്നെ നമ്മുടെ IGST ചാർജ് ചെയ്യേണ്ടത് എന്തിനാണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസും അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടും, ഈ രണ്ട് കേസിലുമാണ് നമ്മുടെ IGST ചാർജബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST, SGST, IGST ആൻഡ് UTGSTയുടെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ GSTയുടെ ആണ്. ഇനിയിപ്പോൾ സെസ്സിന്റെ കാര്യമാണ്. സെക്ഷൻ 8 ഓഫ് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് 2017. ഈ കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് 2017 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ അതിൽ ചെയ്യുന്നത്? സ്റ്റേറ്റുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ആക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. കോമ്പൻസേഷൻ എന്തിനാ സ്റ്റേറ്റിന് കൊടുക്കുന്നത്? നോർമലി സ്റ്റേറ്റ് ആയിരുന്നു പല ടാക്സും ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറിയപ്പം അല്ല നമ്മൾ GSTയുടെ അണ്ടറിലേക്ക് വന്നപ്പം സ്റ്റേറ്റിന്റെ റവന്യൂ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ 5 years അല്ലേ. 5 years കഴിഞ്ഞ് അവരുടെ റവന്യൂ ഒക്കെ കോമ്പൻസേറ്റ് ആയി വരും എന്നാണ് നമ്മുടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ 5 yearsനേക്ക് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അതിപ്പം എവിടുന്ന് കളക്ട് ചെയ്യണം? ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണം അല്ലേ. അപ്പം ആ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെസ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 8 ഓഫ് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് 2017 forms the basis for levy and collection of cess which will be levied on for the purpose of providing compensation to the state. സ്റ്റേറ്റുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനാണ് for loss of revenue arising on account of implementation of GST Act. ഇപ്പോൾ GST Act പ്രകാരം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്റ്റേറ്റുകൾക്ക് വരാവുന്ന ഒരു ലോസ് ഓഫ് റവന്യൂ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെസ് ലെവി ചെയ്തിരിക്കുന്നത്. ആ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ സെസ് ലെവി ചെയ്യുന്ന ഏതിൻ്റെ മേലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആസ് പ്രൊവൈഡഡ് ഫോർ ഇൻ സെക്ഷൻ 9 ഓഫ് CGST ആക്ട്. അപ്പോൾ സെക്ഷൻ 9 ആണ് അതിൻ്റെ ചാർജിങ് സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് CGSTയിൽ. CGST പ്രകാരം കളക്ട് ചെയ്യുന്ന എല്ലാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസിലും നമ്മൾ ഈ സെസ് ആപ്ലിക്കബിൾ ആണ്. അതുകൂടാതെ ഇന്റർ സ്റ്റേറ്റ് പുറത്തുള്ള സപ്ലൈസ് ആണെങ്കിൽ ഏതിലാണ് വരുന്നത്? IGST ആക്ടിലല്ലേ വരുന്നത്. അപ്പോൾ IGST ആക്ടിന്റെ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ സച്ച് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആസ് പ്രൊവൈഡഡ് ഫോർ ഇൻ സെക്ഷൻ 5 ഓഫ് IGST ആക്ട്. അപ്പോൾ നമ്മൾ CGST ആക്ടിലും IGST ആക്ട് പ്രകാരമാണ് ഇത് കളക്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ CGST ആക്ടും IGST ആക്ട് പ്രകാരം അതാതിന്റെ ചാർജിങ് സെക്ഷനിൽ ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിന്റെ മേലെ നമ്മളിത് ചാർജ് ചെയ്യുന്നതായിരിക്കും. ദ ലെവി ഓഫ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസ് ഇസ് ഇൻ 3 parts. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവി ചെയ്യുന്നത് 3 parts ആയിട്ടാണ്. ഒന്ന് നമ്മൾ പറയാം സാധാരണ എന്തിനാ സപ്ലയറിന്റെ ഹാൻഡ്സിൽ അല്ലേ. ഞാനൊരു ഗുഡ്സ് ഒരാൾക്ക് സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാനാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ലെവി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മേലെയാണ് അത് ചാർജ് ആവുന്നത്. ശരിക്കും ഞാനത് കളക്ട് ചെയ്യുന്നത് ഞാൻ ആരൊക്കെയാണോ സെല് ചെയ്ത് അയാളുടെ സെല്ലിംഗ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് ലെവി ആവുന്നത് ഡയറക്ട്ലി ചാർജബിൾ ആവുന്നത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സപ്ലയർ ആണ്. ചില സമയത്ത് അത് റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സിന്റെ മേലെ ആവും. എപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ശരിക്കും സെയിൽ ചെയ്യുന്ന ആൾ സപ്ലൈ ചെയ്യുന്ന ആളാണ് പേ ചെയ്യേണ്ടത്. പക്ഷേ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആ സമയത്ത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? റെസിപ്പിയന്റ് ഓഫ് സർവീസ് ആണ് ആരാണോ സപ്ലൈ റിസീവ് ചെയ്തത് അയാളായിരിക്കും അത് പേ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ സർവീസ് അല്ലെ ഗുഡ്സ് എന്താണ് അയാൾ റിസീവ് ചെയ്തത്. അപ്പം രണ്ടാമത്തെ സിറ്റുവേഷൻ, ഒന്നാമത്തെ സിറ്റുവേഷൻ നോർമൽ സിറ്റുവേഷൻ സപ്ലയർ ആണ് പേ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സിറ്റുവേഷൻ റെസിപ്പിയന്റ് പേ ചെയ്യേണ്ടവരും റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ കേസിൽ. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് സർവീസ്, ചില പ്രത്യേക സർവീസിന്റെ കേസിൽ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിരിക്കും ചില സർവീസസിന്റെ കേസിൽ പേ ചെയ്യേണ്ടി വരുന്നത്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം മെയിൻലി
മെയിൻലി നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്ലയറിന്റെ കയ്യിലാണ്. ഇനി സപ്ലയർ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റെസിപ്പിയന്റ് അത് പേ ചെയ്യേണ്ടി വരും. ഇനി ചില സർവീസസിന്റെ കേസിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിരിക്കും പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെസ്സിന്റെ കാര്യമാണ്. സെസ് ചാർജ് ചെയ്യുന്നത് കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മുടെ ജി എസ് ടി സ്ട്രക്ചർ ആണ്. അപ്പോൾ ജി എസ് ടി സ്ട്രക്ചറിൽ എന്ന് പറയുന്നത് നമ്മുടെ ജി എസ് ടി റേറ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ്. അപ്പോൾ ജി എസ് ടി റേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 5 സ്ലാബ്സ് ആണ് ഇതിൽ വരുന്നത്. 0%, 5%, 12%, 18%, 20%. ഇത് ഓരോന്നിനും നമ്മൾ 0%ന് നമ്മൾ പറയും സീറോ റേറ്റ് ഓർ നോ റേറ്റ് എന്ന് പറയും. 5%ന് നമ്മൾ പറയുന്നത് ലോവർ ചാർജ് എന്നാണ്. 12 and 8% വരെ വരുന്നതിന് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയും. 12 and 18% വരെ, 18%ന് മേലെ വരുന്നതിന് നമ്മൾ ഹയർ റേറ്റ്, ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി റേറ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജി എസ് ടി സ്ട്രക്ചർ എന്ന് പറയുമ്പം ഈ രീതിയിൽ തന്നെ എഴുതാം. അപ്പം ആദ്യം നമുക്ക് പഠിക്കാനുള്ള സീറോ റേറ്റ് ആണ്. അപ്പോൾ സീറോ റേറ്റിൽ എന്ന് പറഞ്ഞാൽ അവിടെ ദർ വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, അല്ലെങ്കിൽ അവിടെ നോ ചാർജ് ആണ് അതിനകത്ത് വരുന്നത്. വെച്ചാൽ സീറോ ചാർജ് ആണ്, ടാക്സ് ഇല്ല. അതിനാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കൊമോഡിറ്റീസിന്റെ മേലാണ് ഈ സീറോ റേറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം എന്ന് വെച്ചാൽ നെസസിറ്റീസ് വരുന്ന അങ്ങനത്തെ ഗുഡ്സ് ആണ് ഇതിൽ വരുന്നത്. മാസ് കൺസംഷൻ പ്രോഡക്ട്സ് ആണ്. അപ്പം അതിനകത്ത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് മിൽക്ക്, എഗ്, കേർഡ്, അൺപാക്ഡ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ് ആണ് നമ്മുടെ സീറോ റേറ്റിനകത്ത് വരുന്നത്. അതിന് ലോവർ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന തന്നെ ബാക്കിയുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ ലോവർ റേറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഐറ്റംസ് ഷുഗർ, ടീ, എഡിബിൾ ഓയിൽ, കോൾ, സ്പൈസസ്, കോട്ടൺ ഫാബ്രിക്സ്, ഇതൊക്കെയാണ് ഈ സ്ലാബിൻ്റെ അകത്ത് വരുന്നത് ലോവർ റേറ്റിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ്, ഇത്രയും നെസസറി ഐറ്റംസിന് നമ്മൾ റേറ്റ് കുറച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വരുവാണെങ്കിലും ഇതിലധികം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസെൻഷ്യൽ ഐറ്റംസിന് സീറോ റേറ്റ് അല്ലെങ്കിൽ ലോവർ റേറ്റ് എന്നുള്ള സ്ലാബിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 12% and 18% ആണ് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ജി എസ് ടി കൗൺസിൽ. മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ ദിസ് സ്ലാബ്, മെയിൻ ആയിട്ടുള്ള ഒരുവിധം ഐറ്റംസ് ഒക്കെ ഇതിലാണ് വരുന്നത്. ടു കീപ് ഇൻഫ്ലേഷൻ ഇൻ ചെക്ക്, ദ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു കീപ് 2 standard rate for the products and services. Processed food, butter and mobile phone will be taxed at 12%. അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് അതുപോലെ ബട്ടർ ഇതൊക്കെ വരുന്ന 12% ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി, intermediaries, toiletries, computers and printers will be taxed the second standard rate of 18%. അപ്പോൾ ഇത് ഇൻഫ്ലേഷൻ അണ്ടർ ചെക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതെല്ലാം 12%, അതല്ലാത്ത ഇൻഡസ്ട്രി ഐറ്റംസും അങ്ങനത്തെ വരുന്ന ഐറ്റംസും ഒക്കെ 18% ചാർജ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഹയർ റേറ്റ് എന്ന് പറയുന്നത് 28% ആണ് will be levied on white goods. This include items such as washing machine, high-end motorcycles, air conditioner, refrigerator, small cars, etc. For some of the products under 28% slab category, an additional cess has been fixed by the government. ഇപ്പോൾ മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മൾ പർച്ചേസ് ചെയ്യാത്ത മാസ് പർച്ചേസ് വരാത്ത ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ്. ലക്ഷറി ഐറ്റംസ് പറയാനും പറ്റില്ല, അതിനൊക്കെയാണ് നമ്മൾ 28% വരുന്നത്. വാഷിംഗ് മെഷീൻ, ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾ, AC, റെഫ്രിജറേറ്റർ, സ്മോൾ കാർസ്, ഇതൊക്കെയാണ് നമ്മൾ ഹൈ റേറ്റ് ആയ 28% എന്ന് പറഞ്ഞ ടാക്സ് റേറ്റിലേക്ക് വരുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ GST റേറ്റിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ GST സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാണ് ഇതുണ്ടത്. സീറോ റേറ്റ്, ലോവർ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ്, ഹൈ റേറ്റ് എന്നുള്ള രീതിയിലാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റിൽ മാത്രമേ 2 റേറ്റ് വരുന്നുണ്ട്, 12%ഉം 18%ഉം. 12% നമുക്ക് കുറച്ച് പ്രോഡക്ട്സിനും, 18% അതിൻ്റെ മേലെ വരുന്ന കുറച്ച് നമ്മൾ അത്രയും കൺസ്യൂമർ ഫ്രണ്ട്ലി അല്ലാത്ത, കൺസ്യൂമേഴ്സ് അങ്ങനെ അധികം മാസ് പർച്ചേസ് വരാത്ത ഐറ്റംസ് ആണ് നമ്മൾ 18%ലേക്ക് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ GST സ്ട്രക്ചർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു അഡീഷണൽ സെസ് വരുന്നുണ്ട്. അഡീഷണൽ സെസ് വരുന്നത് എന്ന് വെച്ചാൽ 20%ന്റെ മേല, 28% ഓൾറെഡി ചാർജ് ചെയ്യും, അതുകൂടാതെ ഒരു റേറ്റ് കൂടി ചാർജ് ചെയ്യും. അതാണ് അഡീഷണൽ സെസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ സെസ് ചാർജ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത് എന്തിനാ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റുകളുടെ
ടാക്സ് റവന്യൂ കുറയുന്നത് കൊണ്ടാണ്. ഇപ്പം നോർമലി ഇപ്പം നമ്മൾ സ്റ്റേറ്റിന് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലേ, കൺസ്യൂമർ എവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്, അപ്പം എൻഡ് ടാക്സ് ആണ്, നമ്മൾ എൻഡിൽ എവിടെയാണ് എത്തുന്നത് അവിടെയാണ് ആ സ്റ്റേറ്റിനാണ് നമുക്ക് റവന്യൂ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട അവസ്ഥ വരും, അവരുടെ ടാക്സ് റവന്യൂ കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോമ്പൻസേഷൻ ആക്ട് പാസ് ചെയ്ത് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നമ്മൾ സെസ് ചാർജ് ചെയ്യുകയാണ്, അഡീഷണൽ സെസ്. അപ്പോൾ അഡീഷണൽ സെസ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലക്ഷറി ആർട്ടിക്കിൾസ്, ഡീമെറിറ്റ് ഗുഡ്സ് കോൾ, പാൻ മസാല, ടൊബാക്കോ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ മേലെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്തോ ഇതിനൊക്കെ 65%, 40% ഒക്കെയാണ് ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ മേലെയൊക്കെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ GST പ്രകാരം നമ്മൾ പറഞ്ഞു 28% ആയി മാറി അല്ലേ. അപ്പോൾ ആ സമയത്ത് ശരിക്കും സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രോഡക്ട്സിൻ്റെ ഇങ്ങനെയുള്ള ലക്ഷറി പ്രോഡക്ട്സ്, ഡീമെറിറ്റ് ഗുഡ്സിൻ്റെ ഒക്കെ, ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂ വരുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ വില കുറയും. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടിയാണ് അതിൻ്റെ മേലെ തന്നെ നമ്മൾ അഡീഷണൽ സെസ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് അഡീഷണൽ സെസ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ ആക്ട് പ്രകാരമാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈക്കും ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്കും നമുക്കത് വരും. ഇനി സിൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ സർട്ടൻ ഗുഡ്സ് ഡീം ടു ബി ഹാംഫുൾ ടു ദ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിക്കും ഹാംഫുൾ ആണെന്ന് വരുന്ന രീതിയിലുള്ള പ്രോഡക്ട്സിൻ്റെ മേലെ എക്സ്ട്രാ ഒരു ടാക്സും കൂടി വരും, സിൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസും കുറയും. അതുപോലെ തന്നെ അത്തരം പ്രോഡക്ട്സിൻ്റെ മേലെ ഗവൺമെൻറ്റിന് ഇപ്പം നെസസിറ്റീസിൻ്റെ മേലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ടൈമിൽ അതേപോലെ തന്നെ മാസമായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു എഫക്റ്റ് ആയിട്ട് വരാം. അതുകൊണ്ട് നെസസിറ്റിയുടെ മേലെ ചാർജ് ചെയ്യാതെ ലക്ഷറി പ്രോഡക്ട്സിൻ്റെയും ഇതുപോലെ അൺനെസസറി ആയിട്ടുള്ളതും ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ മേലെയാണ് നമ്മൾ സെസ്സും അഡീഷണൽ സെസ്സും സിൻ ടാക്സും ഒക്കെ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ടേം ആണ് പഠിക്കാനുള്ള, റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റവന്യൂ ന്യൂട്രൽ ആക്കിയിട്ട് റവന്യൂവിൽ ചേഞ്ച് വരാത്ത രീതിയിൽ വരുന്ന ഒരു റേറ്റിനാണ് നമ്മൾ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ടാക്സ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഒക്കെ മാറി അതിന് പകരമാണ് നമ്മൾ GST ചാർജ് ചെയ്തത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ടാക്സിന് പകരം ഒരു റേറ്റായി മാറി, ഒരു ടാക്സായി മാറി. അപ്പം നോർമലി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഗവൺമെൻറ്റിന് ലോസ് വരാം അല്ലെ, റവന്യൂ കുറയാം എന്ന് നമ്മൾ മനസ്സിലാക്കുവാണ്. അപ്പം ആ കുറവ് ഒഴിവാക്കുന്ന രീതിയിലാണ് ശരിക്കും നമ്മൾ GST റേറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്, അത് ലെവി ചെയ്തിരിക്കുന്നത്. വെച്ചാൽ പണ്ട് എത്രയാണോ റേറ്റ് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരു പ്രോഡക്റ്റിന് മേലെ എന്തൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ ടോട്ടൽ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴത്തെ GST റേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ്. റവന്യൂ ന്യൂട്രൽ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ന്യൂട്രലായി കിടക്കുകയാണ്, അൺചേഞ്ച്ഡ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മുടെ GST റേറ്റ് വരുന്നത്. ഇപ്പോൾ GST റേറ്റ് അങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മളതിൽ പ്രൈമറി ആയിട്ട് വരുന്ന നെസസറി പ്രോഡക്ട്സിന് മേലെ കുറഞ്ഞ രീതിയിലും മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ രീതിയിൽ കൂടിയ രീതിയിലും എന്ന രീതിയിലാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് കുറച്ച് ടാക്സും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ മേലെ ചെറിയ ടാക്സ്, നെസസിറ്റീസിന് മേലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സ് റേറ്റ് കുറയുന്ന രീതിയിലും, അതേസമയം ലക്ഷറി ആയിട്ടുള്ള ആൾക്കാരുടെ മേലെ നിന്ന് കൂടുതൽ പൈസ കളക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ ചാർജ് ചെയ്യുന്നത്. ലോവർ സ്ലാബിലുള്ളവർക്ക് കുറവും അതേപോലെ ഹൈ സ്ലാബിൽ വരുന്നവർക്ക് കൂടിയ രീതിയിൽ, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ GSTയും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോറായിട്ടുള്ള നമ്മളെ ടേം എന്ന് പറയുന്നത് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആണ്. റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ GST റേറ്റ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് വിത്ത് എൻ എയിം ഓഫ് കീപ്പിംഗ് ദ ഗ്രോസ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് സെയിം. ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന GST റേറ്റ് ആണ് വിത്ത് ദ എയിം ഓഫ് കീപ്പിംഗ് ദ ഗ്രോസ് റവന്യൂ ഓഫ് ഗവൺമെൻറ് സെയിം. പണ്ടേ ഉണ്ടായിരുന്ന ആ റവന്യൂ, ഇതുവരെ ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ, ഗ്രോസ് റവന്യൂ, അത് സെയിം, അത് ന്യൂട്രൽ ആയിരിക്കുന്ന രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന GST റേറ്റിനാണ് നമ്മൾ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെവി, കളക്ഷൻ ആൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെവി ആൻഡ് കളക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ആ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്ന സപ്ലൈ ആണ് അല്ലേ. സപ്ലൈയുടെ ബേസിലാണ് നമ്മൾ ടാക്സ് റേറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈയെ പറ്റിയാണ് നമ്മൾ ശരിക്കും കൂടുതലായിട്ട് ഇനി പഠിക്കാനുള്ളത്.
അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ടാക്സ് റേറ്റ് വരുന്നുണ്ട്, ജി എസ് ടിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന സെസ്സും സിൻ ടാക്സും ഒക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, പിന്നെ ജി എസ് ടി എന്തുകൊണ്ടാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആയി മാറിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.